വിശദമായ വാർത്തകളിലേക്ക്. റംദാൻ സമയത്ത് വെള്ളിയാഴ്ചകളിൽ ദുബായിലെ സ്കൂളുകളിൽ ഓൺലൈൻ പഠനമാകാമെന്ന് KHDA. ഇതേക്കുറിച്ച് അന്തിമ തീരുമാനം സ്കൂളുകൾക്കെടുക്കാം. രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കണം അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. ക്ലാസ് മുറിയിലെത്തിയുള്ള പഠനമോ ഓൺലൈൻ പഠനമോ തെരഞ്ഞെടുക്കാം. ജീവനക്കാർക്ക് ജോലി സൌകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും KHDA ട്വിറ്ററിൽ വ്യക്തമാക്കി. റമദാനിൽ വിവിധ എമിറേറ്റുകളിലെ ജോലി സമയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് സർക്കാർ വകുപ്പുകളിൽ ജോലി സമയം നിശ്ചയിക്കുന്നത്. ജോലി സമയം 8 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായി കുറയ്ക്കുകയും ചെയ്തു. ന്യൂസ് 18 UAE. ഇന്ത്യയുടെ പ്രസാർ ഭാരതിയും UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമും തമ്മിൽ പരസ്പര സഹകരണത്തിന് വഴിയൊരുങ്ങുന്നു. അബുദാബിയിലെത്തിയ പ്രസാർ ഭാരതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൌരവ് ദ്വിവേദിയും വാം ഡയറക്ടർ ജനറൽ മുഹമ്മദ് ജലാൽ അൽ റസിയും ചർച്ച നടത്തി. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വാർത്തകൾ പങ്കുവയ്ക്കലും സംയുക്തമായ നിർമ്മാണവും വിവരസാങ്കേതിക വിദ്യകളിലെ പരിശീലനവും ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള സഹകരണമാണ് ലക്ഷ്യമിടുന്നത്. UAEയിൽ ദൂരദർശന്റെ സാന്നിധ്യം വിപുലമാക്കാനും ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സഹകരണം. UAEയും ഇന്ത്യയും തമ്മിലെ പങ്കാളിത്തം എല്ലാ മേഖലകളിലും ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം ബന്ധത്തിന്റെ ആഴം കൂട്ടുമെന്ന് അൽ റൈസി പറഞ്ഞു. രാജ്യങ്ങളുടെ സൗഹൃദം പൌരന്മാരിലേക്കും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് സഞ്ജയ് സുധീർ അഭിപ്രായപ്പെട്ടു. ഔദ്യോഗിക വാർത്താ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരും എഡിറ്റർമാരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 UAE. റമദാനിൽ ദുബായിൽ ഇഫ്താർ വിതരണത്തിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി അധികൃതർ. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വിഭാഗത്തിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത്. ഭക്ഷണത്തിന്റെ നിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിയമാനുസൃതമല്ലാതെ ഭക്ഷണം വിതരണം ചെയ്താൽ 5000 മുതൽ 10,000 ദിർഹം വരെയാണ് പിഴ. 30 ദിവസം മുതൽ 1 വർഷം വരെ തടവും ലഭിച്ചേക്കാം. ഈ വർഷം ഇതുവരെ 22 ഇഫ്താർ ടെന്റുകൾക്കും 300 ഇഫ്താർ ടേബിളുകൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. എക്സ്പോ സിറ്റിയിൽ 1000 പേർ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ഇഫ്താറും നടക്കും. www.iscad.gov.ae എന്ന വെബ്സൈറ്റ് വഴിയാണ് ഭക്ഷണ വിതരണത്തിന് അനുമതി വാങ്ങേണ്ടത്. എവിടെയാണ് ഭക്ഷണ വിതരണം ചെയ്യുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകണം. 800-600 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചും അനുമതി തേടാം. ന്യൂസ് 18 ദുബായ്. മക്കയിൽ വിതരണം ചെയ്യുന്ന ഈത്തപ്പഴങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വിദഗ്ധ സംഘമുണ്ടാകും. ഇരുഹറം കാര്യാലയത്തിന് കീഴിലെ പ്രതിരോധ പരിചരണ വകുപ്പാണ് ഹറമിൽ വിതരണം ചെയ്യുന്ന ഈന്തപ്പഴങ്ങൾ പരിശോധിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. വിദഗ്ധ സംഘം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ഈന്തപ്പഴങ്ങളാണ് ഹറമിൽ വിതരണം ചെയ്യുക. റമദാനിൽ നോമ്പുകാർക്ക് നൽകുന്ന ഈന്തപ്പഴത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഫീൽഡ് പരിശോധന നടത്താൻ പ്രത്യേക സംഘത്തെ നിശ്ചയിച്ചതായി വകുപ്പ് മേധാവി ഹസൻ അൽ സുവൈരി പറഞ്ഞു. ഫീൽഡിലും ലാബിലുമായി ഇത്തരത്തിൽ 12ഓളം പരിശോധനകൾ നടത്തും. ഈന്തപ്പഴത്തിന്റെ ഈർപ്പം, അതിലടങ്ങിയ ഇരുമ്പ്, സിങ്ക് എന്നിവയുടെ ശതമാനം, ഫംഗസ്, കോളിഫോം ബാക്ടീരിയ ബാധ, ഭാരം, വലിപ്പം തുടങ്ങിയവയാണ് പരിശോധിക്കുന്നത്. ഉയർന്ന നിലവാരത്തിലും നിശ്ചയിച്ച വ്യവസ്ഥകൾക്കനുസരിച്ചും സേവനം നൽകുന്നവർക്കായിരിക്കും റമദാനിൽ ഹറമിലെ ഇഫ്താർ ഒരുക്കുന്നതിനുള്ള ലൈസൻസ് നൽകുക. ഈന്തപ്പഴത്തിന്റെ അളവ് ഗുണനിലവാരവും പാലിക്കുന്നതിൽ പ്രതിബദ്ധതയുണ്ടാകണമെന്നത് നിബന്ധനകളുണ്ടെന്നും അൽ സുബൈരി പറഞ്ഞു. ന്യൂസ് 18 UAE.